റജബ് ഒരു കാൽഭാഗം പകുതി ഭാഗമൊക്കെ ആയി തുടങ്ങിയാൽ നമ്മൾ മലയാളി വീട്ടമ്മമാരെ മുസ്ലിം ഉമ്മമാരെ മരുമക്കളെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമാണ് നനച്ചുളിപ്പണി. നമ്മൾ മലപ്പുറത്തേരൊക്കെ നനച്ചുളിപ്പണി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുകയെന്നറിയില്ല. റമദാൻ ക്ലീനിങ്ങിനാണ് ഇങ്ങനെ നനച്ചുളിപ്പണി എന്ന് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ഈ നനച്ചുളിപ്പണി എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഒരു റജബ് ഹാഫാകുമ്പോൾ തുടങ്ങും, മുക്കാലാവുമ്പോക്കിന് നനച്ചുളിപ്പണി കഴിയും. പക്ഷേ നനച്ചുളി എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട്, നോമ്പിൻ്റെ തലേ ദിവസം. ആ ദിവസം ആകുമ്പോക്കിന് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഴയ പോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒരു പണിക്കും കൂടി നിൽക്കണം. അപ്പോൾ അതൊന്നുമില്ല, അത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഇപ്രാവശ്യം ഞാൻ തീർത്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ചേച്ചിനെ കൂടെ നമ്മൾ ഹെൽപ്പറായിട്ട് വിളിച്ച്. രണ്ടാമത്തെ കാര്യം, മക്കളെയും കാക്കൂനൊക്കെ ഈ പരിപാടിയിലേക്ക് അങ്ങ് പങ്കെടുപ്പിച്ച്. അപ്പോൾ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു നല്ലൊരു സൂത്രമായിട്ടാണ്. അപ്പോൾ ചേച്ചിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ ചേച്ചിയില്ലാന്ന് തന്നെ 2-3 പേരെ കൂട്ടത്തിലെടുത്താലും മതി. ഏറ്റവും ആദ്യം വേണ്ടത് അന്നത്തെ ദിവസം കിച്ചൺ എന്ത് ചെയ്യുക, അടച്ചിടുക, ഫുഡ് പുറത്തുനിന്നാക്കുക. ഒരുപാട് ദിവസം എടുത്ത് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് ഒറ്റ ദിവസം. എന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരാൾ തന്നെ എല്ലാം എടുക്കണമെന്നില്ല. ഇത് ഈസി ആക്കാനുള്ള പരിപാടികൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ വീട്ടിലുള്ള കർട്ടനുകളൊക്കെ ഊരിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഈ കമ്പി പരസ്പരം കൂട്ടി കെട്ടിയിട്ട് അതൊന്നായിട്ട് കെട്ടിയിട്ട് മെഷീനിലേക്ക് അങ്ങിടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിലുള്ള ബ്ലാങ്കറ്റുകളൊക്കെ ഇതുപോലെ ഗേറ്റിൽ തൂക്കിയിട്ടിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കുന്ന അങ്ങനെയൊക്കെ ആകുമ്പം ഒരുപാട് നമ്മൾ വെയിറ്റൊക്കെ തൂക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഒരു ബക്കറ്റിൽ സോപ്പ് വെള്ളം ആക്കിയിട്ട് കുറച്ച് അപ്പക്കാരം കൂടെ ബേക്കിംഗ് സോഡ, അപ്പക്കാരെന്ന് പറയുന്നത്, അതും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിലൊഴിച്ച് വെക്കുക രാവിലെ തന്നെ. അപ്പോൾ കർട്ടൻ്റെ അലക്കൽ അവിടെ മെഷീൻ ചെയ്തോളും. അതുപോലെ തന്നെ ഗേറ്റിൽ അങ്ങ് ഇട്ടിട്ട് വെള്ളം, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെള്ളം അയച്ചു കൊടുത്താൽ ബ്ലാങ്കറ്റിൻ്റെ കാര്യം റെഡിയായി. ഇനി അതുപോലെ നമ്മൾ മാറാല അടിച്ച് കഴിഞ്ഞതിന് ശേഷം മാറാല കൊള്ളിയിൽ എന്ത് ചെയ്യുക, കുറച്ച് വാസലിൻ തേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അവിടെ ആക്കി കൊടുക്കുക. അങ്ങനെ ആയാലും ഇനി നോമ്പ് കഴിയുന്നത് വരെ മാറാല കെട്ടുന്നതിന് അത് തടഞ്ഞു നിർത്തിക്കോളും. ഇനി നോമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അതിന്മേൽ ഇങ്ങനെ ആക്കി കൊടുത്ത മാറാല കെട്ടേ ഇല്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നായി കിട്ടാനുള്ള ഒരു പരിപാടിയാണിത്. ഇത് നമ്മുടെ ഓർക്കപ്പുളി, ഇരുമ്പമ്പുളി എന്ന് പറയും, ഇവിടെ ഓർക്കപ്പുളി എന്നാണ് പറയാം. ഇതും ബേക്കിംഗ് സോഡയും ഒരിത്തിരി സോപ്പ് പൊടി, അതല്ലെങ്കിൽ വിംബാറിൻ്റെ വെള്ളം, അതല്ലെങ്കിൽ നമ്മുടെ ഫെയറിൻ്റെ വെള്ളം, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട്, വിമ്മൊന്നും അതിലിട്ടിട്ട് ജ്യൂസ് അടിക്കണ്ട, മറ്റേ ഇരുമ്പമ്പുളി മാത്രം ജ്യൂസ് അടിച്ചാൽ മതി. എന്നിട്ട് ഒരു ഉള്ളിച്ചാക്കിൻ്റെ ഇതുപോലുള്ള പീസ്, ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഈ ഒരു സംഭവത്തിനായിട്ട്, നനച്ചുള്ളിക്കായിട്ടല്ല, ബാത്റൂമിൻ്റെ ക്ലീനിങ്ങിനായിട്ട്. ഇതിങ്ങനെ അവിടെ സ്പ്രെഡാക്കിയിടുക. ബാത്റൂം എത്ര എണ്ണം ഉണ്ടോ അത്ര ബാത്റൂമിലും എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം ഇങ്ങനെ ചുമരിലും അടിഭാഗത്തും ആക്കിയിട്ടിട്ട് ബാക്കി പണിക്ക് പോവാം. അതുപോലെ ജനലിൻ്റെ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ ആ വെള്ളത്തിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലുള്ള പൊടിയും ഇതെല്ലാം പെട്ടെന്ന് പോരും. അതുപോലെ തന്നെ പെട്ടെന്ന് അതിലേക്ക് പൊടി പറ്റി പിടിക്കുന്നതിനും തടയും. എന്ന് വെച്ചിട്ട് മണ്ണെണ്ണ സ്മെല്ലടിക്കൊന്നുമില്ല. ഇനി അതുപോലെ പാത്രങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് വിനീഗറും സോപ്പും പൊടിയും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി, ബേക്കിംഗ് സോഡ. ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ. ആ പാക്കറ്റ് ഈ ഒരു ദിവസത്തിന് അത്യാവശ്യമാണ്, അത് മുഴുവൻ ഇതിൽ തീരും. നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് എടുത്ത് വെക്കാഞ്ഞാൽ വീട്ടിലുള്ള വയസ്സായിട്ടുള്ള അമ്മമാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവരെ സമാധാനം പോക്കും വേണ്ട. എന്ത് ചെയ്യുക, ആ പാത്രങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ബേക്കിംഗ് സോഡയും വിനീഗറും പിന്നെ കുറച്ച് ഫെയറും കൂടി മിക്സ് ചെയ്തിട്ട് അത് വലിയൊരു തട്ടകത്തിലാക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ ബാക്കി പണിയൊക്കെ കഴിച്ച് വരുമ്പോക്കിന് അത് അതിൽ കിടന്നിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അതിലുള്ള കറകൾ കാര്യങ്ങളെല്ലാം പോവും. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിൻ്റെ ബാക്കിലുള്ള ഈ കറുപ്പടയാളം, അതുപോലെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പറ്റിയൊക്കെ എടുക്കണ പൊടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമ്മളെ ഭസ്മപ്പൊടി. നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് ഭസ്മത്തിനെ അപമാനിക്കുക അങ്ങനെയൊന്നും ആരും പറയരുത്. ഭസ്മത്തിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ളൊരു പൊടിയുണ്ട്, അതിങ്ങനെ ക്ലീനിങ് ആവശ്യത്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഗ്രിൽസൊക്കെ തുടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവും, നല്ല മാറ്റവും ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വെള്ളം, ബേക്കിംഗ് പൗഡറും വിനീഗറും ഉള്ള ആ ഒരു വെള്ളം നമ്മളെ ഈ മാറ്റ് ചവിട്ടി അതുപോലെ
ഈ ചെയറിലേക്കൊക്കെ ഒഴിച്ച് വെക്കുക. ആ ഒരു വെള്ളം ഒരു ബക്കറ്റ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് വെച്ചാൽ എന്ത് ചെയ്യും, ചവിട്ടിയിലൊക്കെ ഉള്ള വെള്ളം നമ്മൾ ഒരുപാട് ഒരതി കഷ്ടപ്പെടേണ്ട. നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ബാക്കി പണിക്കൊക്കെ വരുമ്പോക്കിന് അത് നല്ല ക്ലീനായിട്ട് കിടക്കണം. അതിലുള്ള ചളികളും പറ്റി പിടിച്ച കറകളൊക്കെ ഇളകി പോവും. അതുപോലെ ഫാൻ തുടക്കുന്ന വെള്ളത്തിലും ഇതിലേക്ക് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് വെച്ച ഭസ്മപ്പൊടി ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഇത് വിനിഗറും സുറുക്കിയും ഈ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നു ഞാൻ. അതിൽ നിന്ന് എല്ലാ ആവശ്യത്തിനും ഇങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ നന്നായിട്ട് അരച്ച് സെറ്റാക്കണം. അപ്പോഴാണത് ആ വെള്ളത്തിലേക്ക് കലങ്ങുള്ളൂ. ഇനി ഇതിലൊരിത്തിരി ഇഞ്ചിയും കുറച്ച് വിനിഗറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിഭാഗം ക്ലീൻ ചെയ്ത് നമ്മൾ വിറകിടുന്ന സ്ഥലം, അതുപോലെ നമ്മൾ കണ്ടെയ്നറുകളൊക്കെ വെക്കുന്ന സ്ഥലം, അവിടെയൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു വെള്ളം ഒഴിച്ച് വെച്ചാൽ കണ്ടെയ്നറിലൊക്കെ ഉള്ള മുളക്, മഞ്ഞൾപ്പൊടി, അതിൻ്റെയൊക്കെ കറകൾ പെട്ടെന്ന് പോവും. ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് എല്ലാ പണികളും ക്ലീനായി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ നല്ല ഹെൽപ്പാണ്. ഓരോ ദിവസം ഓരോന്നെടുത്ത് പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോക്കിന് അടുത്തത് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് ക്ലീനിങ് മാറിയിട്ടുണ്ടാവും, പൊടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഇതെല്ലാം ഞാൻ സ്റ്റോർ റൂമിൻ്റെ ഒരു അരുഭാഗത്ത് വെക്കുന്നതാണ്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് കണ്ടെയ്നറുകളിലൊക്കെ വെക്കുക. അങ്ങനെ ആകുമ്പം ആ ഒരു റാക്കിൽ കാര്യമായിട്ട് ഇതാവൂലെ, ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഐഡിയകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ നനച്ചുള്ളിപ്പണികളൊക്കെ എന്തായി, എന്തൊക്കെയായാലും ഞാൻ നനച്ചുള്ളിപ്പണീൻ്റെ കുറിച്ചൊരു ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഇട്ട് വെച്ചാൽ മതി. അത് സ്പ്രെഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പണികളും പെട്ടെന്ന് തീരും. ഇതിലുള്ള അപ്പോൾ പാത്രം കഴുകലും ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതുപോലെ ഇത് ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സുകൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. സ്റ്റാൻഡിൽ അത് തേച്ച് വെക്കുക. ഇതാ ഭസ്മപ്പൊടീൻ്റെ വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് അതിലിങ്ങനെ ഉരച്ച് കഴുകി വെച്ചാൽ മതി. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടി റിസൾട്ട് കിട്ടും ഒറ്റ ദിവസം കൊണ്ട്. ഇതിലിപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പറയാനുണ്ടാവും ചേച്ചീനെ വിളിച്ചപ്പോൾ ആർക്കും കഴിച്ചുകൂടാന്ന്. ചേച്ചി ജനലും വാതിലൊക്കെ തുടച്ചപ്പോക്കിന് ഞങ്ങൾക്ക് ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും തീർന്ന് ആ ഒരു ദിവസത്തോടെ നനച്ചുള്ളിപ്പണി ഇന്ന് തുടങ്ങി നാളെ കഴിഞ്ഞെന്നായി. പിന്നെ ബാക്കി ഫ്രിഡ്ജൊക്കെ നല്ല നീറ്റായി ക്ലീനായി കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റി. തുടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ കറകൾ കാര്യങ്ങളൊക്കെ ആ ഒരു തുണിയിൽ തന്നെ ഇങ്ങോട്ട് പോരും. ഒരുപാട് ദിവസം ഇതായിട്ട് നിന്ന് ഭ്രാന്ത് പിടിക്കാറുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് തീർന്ന് കിട്ടി, അൽഹംദുലില്ലാ. പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാ സംഭവങ്ങളും തീർന്നു. ഇതുകൊണ്ട് ഞാൻ ആ ഒരു ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ് ഉണ്ട്. തീരാത്ത ഒരു പണി ഇതാണ്. എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ് നമ്മൾ ഈ എന്താ പറയുക പുറം ഭാഗത്തുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാവും, ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി. എത്ര കടുത്ത എച്ചിലായാൽ പോലും ഇതിവിടെ വല്ലാതെ യൂസ് ചെയ്യാറില്ല ഈ ഭാഗം. ഇതെന്താണെന്ന് വെച്ചാൽ വേറൊരു കല്ലുണ്ടാക്കിയിട്ടുണ്ട്, അതിലാണ് എടുക്കാറൊക്കെ ഉള്ളത്. ഇതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വാഴക്ക് കുത്ത് വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഇളക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇളക്കാറില്ല, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോകാൻ എന്ത് ചെയ്യുന്ന ഇത്തിൽപ്പൊടി, കുമ്മായപ്പൊടി എന്നാണ് പറയുക. ഇൻ്റർലോക്കിലൊക്കെ ഇത് ചെയ്താൽ മതി. ബാത്റൂമിൻ്റെ പുറത്തുള്ള തിണ്ടിലൊക്കെ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം പാറ്റി കൊടുക്കുക. എന്നിട്ട് നാളെ രാവിലെ ഇതൊന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. എല്ലാ കറകളും പോയി കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നനച്ചുള്ളി കഴിഞ്ഞു പോട്ടെ, അടുത്ത വർഷം പരിശോധിക്കുക. ഇനി നനച്ചുള്ളി കഴിയാത്തവരുണ്ടെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ട്രിക്കുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ നമ്മൾ ഈ കുമ്മായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ അടയാളങ്ങൾ വരെ പോവും. നല്ല അനുഭവം ഉള്ളതാണ്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്